بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. إن الذين يتلون كتاب الله وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبور. സ്നേഹാദരണീയരായ വിശ്വാസികളെ, സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവും നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും എല്ലാം പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്ന് വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വിശ്വാസികളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് നമ്മൾ നോക്കിയാൽ, ഇന്ന് എന്നല്ല ഏതൊരു കാലത്തും മനുഷ്യരിൽ പലരും പലർക്കു വേണ്ടിയും അടിമവേല ചെയ്യുന്ന അല്ലെങ്കിൽ ദാസ്യപ്പണി ചെയ്യുന്ന ഒരവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. അത് ഭരണാധികാരികൾ മുതൽ സാധാരണക്കാരായ ആളുകൾ വരെ. ഒരു ഭരണാധികാരി മറ്റൊരു നാടിന്റെ ഭരണാധികാരിക്ക് പൂർണ്ണമായും കീഴൊതുങ്ങുന്നു, അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നീങ്ങുന്നു. ഒരു സ്ഥാപനമാണെങ്കിൽ ആ സ്ഥാപന മേധാവിയുടെ ഇഷ്ടത്തിനു വേണ്ടി പൂർണ്ണമായും അയാൾക്ക് വിധേയമാകുന്നു. ഇങ്ങനെ പല തട്ടുകളിലും മുകളിലുള്ളവർക്ക് പൂർണ്ണമായും കീഴൊതുങ്ങുന്ന, അല്ലെങ്കിൽ അധികാരി വർഗത്തിന് പൂർണ്ണമായും വിധേയമാകുന്ന ആളുകളെ നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കും. അങ്ങനെ അവർക്ക് ദാസ്യവേല ചെയ്യാനും വിധേയമാകാനുമുള്ള കാരണം തങ്ങളുടെ നിക്ഷിപ്ത താല്പര്യങ്ങളും നേട്ടങ്ങളും ഒക്കെയാണ്. അവിടെ ആത്മാർത്ഥമായ സ്നേഹമോ അല്ലെങ്കിൽ വിധേയത്വമോ ഒന്നും ഉണ്ടാകാറില്ല. എന്നാൽ അള്ളാഹുവിന്റെ ദാസനാവുക എന്നത് ഒരടിമയ്ക്ക് അഭിമാനമാണ്.
ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിക്ക് അടിമവേല ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നിർബന്ധിത സാഹചര്യമാകാം, അല്ലെങ്കിൽ നിക്ഷിപ്തമായ താല്പര്യങ്ങളാകാം. എന്നാൽ ഒരു വിശ്വാസി ഒരു പടച്ച റബ്ബിന് വിധേയമാവുക, അവന്റെ അടിമയാവുക എന്ന് പറഞ്ഞാൽ അതൊരു പൂർണ്ണ തൃപ്തിയാണ്, ഒരഭിമാനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികൾക്ക് ചൊല്ലാൻ പഠിപ്പിച്ചു കൊടുത്ത ഇസ്തിഗ്ഫാറിന്റെ ഏറ്റവും ഉന്നതമായ ഒരു പ്രാർത്ഥനയുണ്ട്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്നാണ് അതിന്റെ പേര്. ആ സയ്യിദുൽ ഇസ്തിഗ്ഫാറിൽ ഒരു വിശ്വാസി പ്രാർത്ഥിക്കുന്നത് ഇതാണ്: അല്ലാഹുമ്മ അൻത റബ്ബി, അള്ളാഹുവെ നീയാണ് എൻ്റെ റബ്ബ്. എല്ലാ നിലയ്ക്കും അള്ളാഹുവിനെ റബ്ബായി അംഗീകരിക്കാൻ, നിന്റെ കീഴിലാണ് ഞാൻ, നിന്റെ അടിമയാണ് ഞാൻ. ലാ ഇലാഹ ഇല്ല അന്ത, നീ റബ്ബായതുകൊണ്ട് നിന്നെ അല്ലാതെ വേറൊരു പടപ്പിനെയും ഞാൻ ആരാധിക്കാൻ പാടില്ല, അതുകൊണ്ട് നീ അല്ലാതെ വേറെ ഇലാഹില്ല. ഖലഖ്തനി, നീ എന്നെ സൃഷ്ടിച്ചു, നീ എന്നെ സൃഷ്ടിച്ചു. വ അന അബ്ദുക, അവിടെ പറയാണ് ഞാൻ നിന്റെ ദാസനാണ്, ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നവനാണ്. വ അന അലാ അഹ്ദിക, നീയുമായുള്ള കരാർ പൂർത്തീകരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. വ വഅദിക, നിന്നോടുള്ള വാഗ്ദത്തം അത് പൂർത്തീകരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അത് ഞാൻ പരമാവധി ചെയ്യുന്നുണ്ട്. മസ്തതഅത്, എനിക്കെത്ര പറ്റോ റബ്ബെ അത്രമാത്രം ഞാൻ നീയുമായുള്ള കരാറുകൾ പൂർത്തീകരിക്കാനും നീയുമായുള്ള വാക്കുകൾ പൂർത്തീകരിക്കാനും ഞാൻ പരിശ്രമിക്കുന്നുണ്ട് എന്നതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാറിന്റെ ആരംഭഭാഗം. ഇവിടെ പൂർണ്ണമായ ഇഷ്ടത്തോടെയും അള്ളാഹുവിനെ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ടും പറയുന്ന ഒരു വാക്കാണ് ഈ വാക്ക്, ഈ ഇസ്തിഗ്ഫാറിലുള്ള ഈ പദങ്ങൾ എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നുണ്ട്, എന്തിനാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചത്, എന്തിനാണ് സൃഷ്ടിച്ചത്? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്ന് വർഗത്തെയും മനുഷ്യവർഗത്തെയും എന്നെ ഇബാദത്ത് ചെയ്യുവാനല്ലാതെ ഞാൻ പടച്ചിട്ടില്ല, സൃഷ്ടിച്ചിട്ടില്ല. അപ്പൊ അള്ളാഹ് നമ്മളെ പടച്ചതിന്റെ, റബ്ബ് നമ്മെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം എന്താ? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാന്നുള്ളതാണ്. അള്ളാഹ് നിന്റെ ദാസനാണ് ഞാൻ, അതുകൊണ്ട് നിനക്ക് പൂർണ്ണമായും വിധേയമായിക്കൊണ്ട് എൻ്റെ ആരാധനകളെല്ലാം ഞാൻ നിനക്ക് സമർപ്പിക്കുകയാണ്. ഇവിടെ കണ്ടോ, ഇബാദത്ത് എന്ന പദത്തിന് നമ്മൾ പറഞ്ഞ അർത്ഥം എന്താ? ആരാധന എന്നതാണ്. ആരാധന എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരിക നിസ്കരിക്കുക, നോമ്പെടുക്കുക, സക്കാത്ത് കൊടുക്കുക, ഹജ്ജ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ആരാധന എന്ന മലയാള പദത്തിൽ ഇബാദത്ത് എന്ന വാക്ക് ഒരിക്കലും പരിമിതമല്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അതിനെ കൃത്യമായി നിർവചിച്ചിട്ടുള്ളത്. അതിൽ മഹാനായ ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, അൽ ഇബാദത്തു ഹിയ ഇസ്മുൻ ജാമിഉൻ, എല്ലാ നിലയ്ക്കും പരിപൂർണമായ ഒരു പദമാണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ. ലിക്കുല്ലി മാ യുഹിബ്ബുഹുല്ലാഹു വയർളാഹ്, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം അതിൽ വരും. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട, അള്ളാഹ് തൃപ്തിപ്പെടുന്ന എല്ലാം അതിൽ ഉൾപ്പെടും. എന്തൊക്കെ? മിനൽ അഖ്വാൽ, നമ്മളൊരു സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അത് ഇബാദത്താണ്. വൽ അഅമാൽ, നമ്മുടെ നമസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ സക്കാത്ത്, ഇതെല്ലാം ഇബാദത്താണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അല്ലാഹിറത്തി വൽ ബാത്തിന, അല്ലാഹിറത്തി വൽ ബാത്തിന, മറ്റൊരാൾ കാണുമ്പോൾ നമ്മൾ പ്രത്യക്ഷമായിട്ട് ചെയ്യുന്ന കാര്യമുണ്ടല്ലോ, അത് ഇബാദത്താണ്. ആരോരും കാണാതെ നമ്മുടെ മനസ്സിൽ വരുന്ന നല്ല ചിന്തകൾ പോലും അത് ഇബാദത്താണ്. നമ്മളങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ സൂര്യനെ കാണുന്നു, ചന്ദ്രനെ കാണുന്നു, സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നു, ഇബാദത്താണ്. മനസ്സിൽ അള്ളാഹുവിനെ പറ്റിയുള്ള ഒരു പേടി വരുന്നത് ഇബാദത്താണ്. അതേപോലെ മറ്റൊരാൾക്ക് നന്മ ചെയ്തു കൊടുക്കേണ്ടതില്ല, ഒരു നന്മ ചെയ്യണം എന്ന് ചിന്തിക്കുന്നത് പോലും ഇബാദത്താണ്. അപ്പൊ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുന്ന എന്ത് കാര്യവും, അള്ളാഹ് തൃപ്തിപ്പെടുന്ന എന്ത് കാര്യവും അത് നാവ് കൊണ്ട് പറയണമെന്നില്ല, ശരീരത്തിലെ അവയവങ്ങൾ കൊണ്ട് ചെയ്യണമെന്നില്ല, മനസ്സിൽ വരുന്ന ചിന്തകൾ പോലും ഇബാദത്താണ് എന്നർത്ഥം. സൃഷ്ടാവിന് വിധേയമായി ഒരടിമ സമർപ്പിക്കുന്ന ഇബാദത്ത് എന്ന് പറയുന്ന ആ കർമ്മം ഉണ്ടല്ലോ, മഹത്തായ കർമ്മം, അത് ഇബാദത്താകണമെങ്കിൽ
3 കാര്യങ്ങൾ അതിൽ ഒത്തുചേരണം. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതിലൊന്ന് കമാലുൽ മഹബ്ബ, പൂർണ്ണമായും അള്ളാഹിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മളൊരു ഇബാദത്ത് ചെയ്താൽ അള്ളാഹ് അത് സ്വീകരിക്കുള്ളൂ. 2 കമാലുൽ ഖൗഫ്, പൂർണ്ണമായ ഒരു ഭയപ്പാട് ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ ഉണ്ടാകണം, എങ്കിലേ അള്ളാഹ് അത് സ്വീകരിക്കുള്ളൂ. 3-മത്തേത് കമാലുർ റജാ, പൂർണ്ണമായ പ്രതീക്ഷയോടുകൂടി ഒരു ഇബാദത്ത് ചെയ്യുമ്പോഴേ അള്ളാഹു ആ ഇബാദത്ത് സ്വീകരിക്കുകയുള്ളൂ. പടപ്പുകളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, പടച്ചവനെ ഇഷ്ടപ്പെടുന്നത് പോലെ അല്ലെങ്കിൽ പടച്ചവനെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ പടപ്പുകളെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് എന്നുള്ള പറയാൻ. അങ്ങനെയുള്ള ആളുകളെ അള്ളാഹ്ക്ക് ഇഷ്ടമില്ല. ആരാണവർ? സൂറത്തുൽ ബഖറയിലെ 165-ാം വചനം, വമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദാ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ് വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. വമിനൻ നാസി, മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്, മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദാ, അല്ലാഹുവിന് പുറമെ തുല്യന്മാരായി സ്വീകരിക്കുന്ന ചില ആളുകൾ. പടപ്പുകളെ അവർ നിദ്ദായി സ്വീകരിക്കുന്നു. യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്, അള്ളാഹിനെ സ്വീകരിക്കുന്നത് പോലെ, അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ റസൂലുള്ളാഹിയെ അവർ സ്നേഹിക്കുന്നു. അള്ളാഹിനെ സ്നേഹിക്കുന്നത് പോലെ മഹാന്മാരെയും മഹത്തുക്കളെയും അവർ സ്നേഹിക്കുന്നു. അപ്പൊ എന്താ പറ്റുക? അള്ളാഹ്ക്ക് പോകേണ്ട ഇബാദത്ത് അങ്ങോട്ട് പോവാൻ. പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അവരേറ്റവും ഇഷ്ടപ്പെടുന്നത് അള്ളാഹിനെയാണ്. അള്ളാഹ് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള പടപ്പുകളോടുള്ള ഇഷ്ടം. പക്ഷെ ആ ഇഷ്ടം ഇബാദത്തായി പോയാൽ അത് അള്ളാഹുവിനെ തുല്യനാക്കലാകും, ഷിർക്കായി മാറുന്നർത്ഥം. ഉലമാക്കൾ, പണ്ഡിതന്മാർ പറയുന്നുണ്ട്, നമുക്ക് നമ്മുടെ റബ്ബിനോടുള്ള ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത് കേവലം എന്റെ റബ്ബിനോട് എനിക്ക് ഇഷ്ടമാണ്, എന്റെ റബ്ബിനെ എനിക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ അത് ഇഷ്ടമാകില്ല. മറിച്ച് ആ വാക്കുകൾക്കപ്പുറം നമ്മുടെ പ്രവർത്തനങ്ങളിൽ വരണം. അപ്പോഴേ അള്ളാഹിനോട് നമുക്ക് ഇഷ്ടമുണ്ടാവുള്ളൂ. അതിൽ ഉലമാക്കൾ പറയുന്നുണ്ട്, ഒരാൾ അള്ളാഹിനെ ഇഷ്ടപ്പെട്ടാൽ മൻ അഹബ്ബല്ലാഹ തആല അഖ്ബല അലൈഹി, അള്ളാഹുവിലേക്ക് അവൻ മുന്നിടും. വസാറ ഫി തആതിഹി, അള്ളാഹുവിന് വിധേയമാകുന്ന കാര്യത്തിൽ അവൻ പൂർണ്ണമായും ധൃതി കൂട്ടും. അള്ളാഹ്ക്ക് വിധേയമാകുന്ന വിഷയത്തിൽ അവൻ ധൃതിയാണ്. അതുപോലെ തന്നെ വൽ ഇനാബത്തി ഇലൈഹി, അള്ളാഹുവിലേക്ക് അവൻ പൂർണ്ണമായും ഖേദിച്ചു മടങ്ങിക്കൊണ്ടേയിരിക്കുന്ന, ഇതാണ് ഒരടയാളം. 2, മൻ അഹബ്ബല്ലാഹ തആല സക്കറഹു ദിക്റൻ കസീറ, ഒരാൾ അള്ളാഹിനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവൻ എപ്പോഴും ദിക്റുകൾ ചെയ്തുകൊണ്ടിരിക്കും. ഒഴിവ് കിട്ടുന്ന സമയത്തും പണികൾ ചെയ്യുന്ന സമയത്തൊക്കെ അള്ളാഹിനെ ഇങ്ങനെ ദിക്റ് ചെയ്തുകൊണ്ടിരിക്കും. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അങ്ങനെ തുടങ്ങുന്ന ദിക്റുകൾ അവൻ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കും. പ്രഭാത പ്രദോഷ ദിക്റുകൾ, ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ദിക്റുകൾ, നമസ്കാര ശേഷമുള്ള ദിക്റുകൾ, അല്ലാത്ത സമയത്തുള്ള ദിക്റുകൾ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ അള്ളാഹുവിനെ ഓർക്കുക വഴി, ഇബാദത്തുകൾ ചെയ്യുക വഴി ഒരാൾ അള്ളാഹുവിന് പൂർണ്ണമായി കീഴൊതുങ്ങിയാൽ അള്ളാഹുവിനെ ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നല്ലാഹ തആല ഇദാ അഹബ്ബ അബ്ദൻ നാദാ ജിബ്രീൽ, അല്ലാഹ് ഒരാളെ ഇഷ്ടപ്പെട്ടാൽ ജിബ്രീലിനെ അള്ളാഹു വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഇന്നല്ലാഹ ഖദ് അഹബ്ബ ഫുലാനൻ, തീർച്ചയായും അള്ളാഹുവിനെ ഇന്ന ആളെ ഇഷ്ടമാണ്. ഫഅഹിബ്ബഹു ഫൽയുഹിബ്ബുഹു ജിബ്രീൽ, അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ആ മനുഷ്യനെയും ഇഷ്ടപ്പെടുന്നു. പിന്നെയോ ജിബ്രീൽ അലൈഹിസ്സലാം ആകാശ ലോകത്തുള്ള മലക്കുകളൊക്കെ വിളിച്ചിട്ട് പറയും, അള്ളാഹ്ക്ക് ഈ മനുഷ്യനെ ഇഷ്ടമാണ്, എനിക്കും ഈ മനുഷ്യനെ ഇഷ്ടമാണ്, അതുകൊണ്ട് നിങ്ങളെല്ലാം ഈ മനുഷ്യനെ സ്നേഹിക്കുക എന്ന് പറയപ്പോ എല്ലാ മലക്കുകളും ആ മനുഷ്യനെ ഇഷ്ടപ്പെടുകയാണ്. എല്ലാ മലക്കുകളും വിളിച്ചു പറയുന്നു, ആ മനുഷ്യനെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന്. പ്രിയമുള്ളവർ, ഇതാണ് അള്ളാഹുവിനോടുള്ള ഇഷ്ടം, സ്നേഹം എന്ന് പറയുന്നത്. വിശ്വാസികളായ ആളുകൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വതക്ക കൊടുക്കുമ്പോ, ധർമ്മം ചെയ്യുമ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, 2 വികാരങ്ങൾ അവരിൽ വരുന്ന. ഒന്ന്, അള്ളാഹുവിന്റെ ഇഷ്ടമാണ് അവര് ഒരു സ്വതക്ക കൊടുക്കുമ്പോൾ പ്രതീക്ഷിക്കുക. അത് ഖുർആൻ എടുത്തു പറഞ്ഞു, വയുത്ഇമൂന അത്അമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. അവിടെ പറഞ്ഞൊരു വാക്കുണ്ട്, എന്താ? ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ്,
അള്ളാഹുവേ, ഈ പാവങ്ങളായ തടവിൽ കിടക്കുന്ന, ജയിലിൽ കിടക്കുന്ന ആളുകള്, അതുപോലെ മിസ്കീനുകള്, ഫക്കീറുകള്, ഇവർക്കൊക്കെ ഞങ്ങൾ ഫുഡ് കൊടുക്കുന്നത്, ഭക്ഷണം കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാ? ലിവജ്ഹില്ല, നിന്റെ തൃപ്തി മാത്രം കാംക്ഷിച്ചുകൊണ്ടാണ്. അതാണ് കമാലുൽ മഹബ്ബ, പൂർണ്ണമായ ആ ഒരു ഇഷ്ടം എന്ന് പറയുന്നത്. ആ ഇഷ്ടത്തോടു കൂടി ആവണം നമ്മൾ നിസ്കരിക്കേണ്ടത്. നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടുമ്പോ അള്ളാഹുവിനെ പൂർണ്ണമായും ഇഷ്ടപ്പെട്ട് അള്ളാഹിന്റെ കൽപ്പനകൾക്ക് ഞാൻ പൂർണ്ണമായും വിധേയമാവുകയാണെന്നുള്ള തൃപ്തിയോടുകൂടി കൈകെട്ടി നമസ്കരിച്ചാലാണ് ആ നിസ്കാരം സ്വീകരിക്കപ്പെടുക, ആ സ്വതക്ക സ്വീകരിക്കപ്പെടുക. ഒരു ഹജ്ജിന് പോയാൽ ആ ഹജ്ജ് അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുക. ആ നിലയ്ക്ക് കർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾ തയ്യാറാവുക. അള്ളാഹു അത്തരക്കാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹാദരണീയരായ വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങൾക്കും വിധിവിലക്കുകൾക്കുമെല്ലാം വിധേയരായി ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. നിത്യജീവിതത്തിൽ ഇബാദത്തുകൾ ചെയ്യുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ചില പോയിന്റുകളാണ് ഖുതുബയിലൂടെ സൂചിപ്പിക്കുന്നത്. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റാൽ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതനാ വ ഇലൈഹി നുശൂർ എന്ന പ്രാർത്ഥന കൊണ്ട് തുടങ്ങി നമ്മൾ ചെയ്യുന്ന ഏതൊരു സൽപ്രവർത്തനങ്ങളും നല്ല നിയ്യത്തോടു കൂടിയാകുമ്പോൾ അതെല്ലാം ഇബാദത്താണ്. അപ്പൊ ആ ഇബാദത്തുകൾ നമ്മളിൽ നിന്ന് നമ്മുടെ റബ്ബ് സ്വീകരിക്കണമെങ്കിൽ അള്ളാഹിനെ പൂർണ്ണമായും ഇഷ്ടപ്പെട്ട് നമ്മളത് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ആ ഇബാദത്തിനെ പൂർണ്ണമായും തൃപ്തിപ്പെട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തത് കമാലുൽ ഖൗഫാണ്. നമ്മൾ നിസ്കരിക്കുമ്പോൾ, പടച്ചോനെ, നാളെ ഞാൻ നിസ്കരിക്കാത്തതിന്റെ പേരിൽ എന്നെ നീ നരകത്തിലിടരുത്. അല്ലെ, ഞാൻ നിസ്കരിച്ചു, ഇത് സ്വീകരിക്കേണ്ട നീയാണ്, അത് സ്വീകരിക്കപ്പെടാതെ പോകരുത്. ആ ഒരു പേടിയുണ്ടല്ലോ, അത് സ്വീകരിക്കപ്പെടാതെ പോകരുത്, നീ ഇത് സ്വീകരിക്കണം. ഞാൻ ഒരു മാസം നോമ്പെടുത്തു, അള്ളാഹ് എന്റെ നോമ്പ് നീ സ്വീകരിക്കണം. റമദാനിൽ ഞാൻ ഒരുപാട് കൊടുത്തു, അള്ളാഹ് നീ അത് സ്വീകരിക്കണം. അത് എന്റെ റബ്ബ് സ്വീകരിക്കാതായി പോവോ? എന്റെ ഇഖ്ലാസ് കുറഞ്ഞതിന്റെ പേരിൽ, അല്ലെ, എന്റെ ഖുശൂ കുറഞ്ഞതിന്റെ പേരിൽ ആ ഒരു പേടി ഇബാദത്ത് ചെയ്യുമ്പോൾ ഉണ്ടാകണം എന്നുള്ളതാണ്. ആ പേടിയുടെ ഒരു മൂർത്തമായ രൂപം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് കാണാം. മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു ശിഖീർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വരിക. നോക്കുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാൻ. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി. നബി നിസ്കരിക്കുന്നതാണ് ഞാൻ കാണുന്നത്. നബി നിസ്കരിക്കുമ്പോ വഫീ സ്വദ്രിഹി അസീസുൻ കഅസീസി റഹാ മിനൽ ബുകാ. രണ്ട് രൂപത്തിൽ ആ ഹദീസ് വന്നിട്ടുണ്ട്. ഒന്ന്, ഈ ചീനച്ചട്ടി, എണ്ണ തിളക്കുന്ന ചീനച്ചട്ടി ഉണ്ടല്ലോ, അതിൽ നിന്ന് വരുന്ന ഒരു ശബ്ദം ഉണ്ടല്ലോ, അതുപോലെ അതിലേക്ക് ഒരല്പം വെള്ളം വീണാൽ ആ ഒരു പൊട്ടുന്ന ശബ്ദം ഉണ്ടല്ലോ, അതല്ലെങ്കിൽ ചോളം പോലെയുള്ളത് നമ്മൾ അടുപ്പത്തേക്ക് ഇട്ടാൽ അത് പൊട്ടിത്തെറിക്കുന്ന ഒരു ശബ്ദം ഉണ്ടല്ലോ, അതാണ് ഇവിടെ പറഞ്ഞത്. അതുപോലെയുള്ള ഒരു ശബ്ദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ചിന്റെ ഉള്ളിൽ നിന്ന് വരുന്നത് ഞാൻ കേട്ടു. ആ ശബ്ദം എങ്ങനെ വന്നതാ? മിനൽ ബുക്കാ. നബി കരഞ്ഞിട്ടാണ് ആ ശബ്ദം, കരഞ്ഞുകൊണ്ട് നിസ്കരിക്കുന്നത് എങ്ങനെ കാണാണ്. ശബ്ദം, ഏങ്ങലടിക്കുന്ന ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട്. അതാണ് കമാലുൽ ഖൗഫ്, ഭയത്തിന്റെ ഒരു ഇബാദത്ത് ചെയ്യുമ്പോ അള്ളാഹ് ഇത് സ്വീകരിക്കണം, എന്റെ റബ്ബ് ഇത് സ്വീകരിക്കാതെ പോകരുത്, ഞാൻ നരകത്തിൽ പെട്ടുപോകരുത്. ആ ഒരു പേടിയോടുകൂടി വേണം ഇബാദത്ത് ചെയ്യാന്ന. നേരത്തെ ഓതിയ ഒരായത്തില്ലേ, വിശ്വാസികളായ ആളുകള് സ്വതക്ക കൊടുക്കുമ്പോ ഒന്ന് അള്ളാന്റെ തൃപ്തി പ്രതീക്ഷിച്ച് അത് ചെയ്യുന്നത്, രണ്ടാമത് അവർക്കൊരു പേടിയുണ്ട്. അള്ളാഹ് പറയുന്നു, ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ. ഇന്നാ നഖാഫു മിർ റബ്ബിനാ. ഈ പാവങ്ങളായ ആളുകൾക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുക്കുമ്പോ, സ്വതക്ക നൽകുമ്പോ, ഇന്നാ നഖാഫു മിർ റബ്ബിനാ, ഞങ്ങൾക്കൊരു പേടിയുണ്ട്. യൗമൻ, ഒരു ദിവസത്തെയാണ് ഞങ്ങൾ പേടിക്കുന്നത്. അബൂസൻ ഖംതരീറാ, മുഖം ചുളിഞ്ഞു പോകുന്ന ഏറെ ദുസ്സഹമായ ഒരു ദിവസത്തിന്റെ ശിക്ഷ ഞങ്ങളുടെ ശരീരത്തിൽ ആവതിക്കരുത് എന്ന പേടിയോടുകൂടിയാണ് ഞങ്ങൾ ഈ സ്വതക്ക നൽകുന്നത്. ഇതാണ് കമാലുൽ ഖൗഫ് എന്ന് പറഞ്ഞാൽ.
മൂന്നാമത്തത് കമാലുർ റജാ ആണ്. നമ്മളൊരു നന്മ ചെയ്യുമ്പോൾ, ഒരു പുണ്യകർമ്മം ചെയ്യുമ്പോൾ അള്ളാന്റെ കാരുണ്യത്തിലും പ്രതിഫലത്തിലുമുള്ള പൂർണ്ണമായ പ്രതീക്ഷയോടുകൂടി അത് ചെയ്യാൻ. എന്റെ റബ്ബൊരിക്കലും ഞാൻ ചെയ്യുന്ന ഇബാദത്തുകൾ അത് അള്ളാഹു കാണാതിരിക്കില്ല. എന്റെ റബ്ബ് അതിൽ അശ്രദ്ധനല്ല. എന്റെ റബ്ബന്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തി കളയുകയില്ല എന്നുള്ള പ്രതീക്ഷയോടുകൂടി വേണം ഒരു ഇബാദത്ത് ചെയ്യാൻ എന്നുള്ളതാ. സൂറത്തുൽ ഫാത്തിറിൽ ഒരായത്തുണ്ട്, 29-ാം വചനം. അള്ളാഹു വിശ്വാസികളെ പറ്റി പറയാൻ, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, വിശ്വാസികളായ ആളുകൾ നിരന്തരം എപ്പോഴും ഇങ്ങനെ അള്ളാന്റെ കിതാബ് ഓതിക്കൊണ്ടിരിക്കും, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കും. വഅഖാമുസ്സലാ, കൃത്യമായ നമസ്കാരം അവർ നിർവഹിച്ചുകൊണ്ടേയിരിക്കും. വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും, നാം നൽകിയ സമ്പത്തിൽ നിന്ന് അവർ ചെലവഴിച്ചുകൊണ്ടേയിരിക്കുന്നവരാണ്. എങ്ങനെ സിർറൻ വഅലാനിയ, രഹസ്യമായി കൊടുക്കേണ്ടിടത്ത് രഹസ്യമായി കൊടുക്കും, പരസ്യമായി ചെയ്യേണ്ടിടത്ത് പരസ്യമായി ചെയ്യും. ഇത്രയും അല്ല പറഞ്ഞിട്ട് ആയത്ത് അവസാനിപ്പിച്ച് എന്താണെന്നറിയോ? യർജൂന തിജാറതൻ ലൻ തബൂർ, യർജൂന, അവർക്കൊരു പ്രതീക്ഷയുണ്ട്, ഞങ്ങൾ ഈ ചെയ്യുന്നത് നഷ്ടം പറ്റാത്ത കച്ചവടമാണ്. നഷ്ടം പറ്റാത്ത കച്ചവടം. ഒരു വിശ്വാസി നമസ്കരിക്കുമ്പോൾ അതൊരു കച്ചവടമാണ്. ധർമ്മം ചെയ്യുമ്പോൾ അതൊരു കച്ചവടമാണ്. അതിനൊരിക്കലും നഷ്ടം പറ്റില്ല, എന്റെ റബ്ബ് അത് സ്വീകരിക്കും എന്ന പ്രതീക്ഷയോടുകൂടിയാണ് അവർ ചെയ്യുന്നത്. ആ ഒരു പ്രതീക്ഷ വേണം ഏതൊരു ഇബാദത്ത് ചെയ്യുമ്പോഴും. ഈ 3 കാര്യങ്ങൾ ഒത്തുചേരുമ്പോഴാണ് നമ്മുടെ ഇബാദത്ത് റഹ്മാനായ റബ്ബ് സ്വീകരിക്കാമെന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇനി മുതൽ അങ്ങോട്ട് നമസ്കരിക്കുമ്പോൾ, ഓരോ നന്മകൾ ചെയ്യുമ്പോഴും ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നുകൊണ്ടാണോ നമ്മൾ ഓരോ ഇബാദത്തും ചെയ്യുന്നത് നമ്മളൊന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങളെല്ലാം, നമ്മുടെ ഇബാദത്തുകളെല്ലാം സ്വീകരിക്കുമാറാവട്ടെ. അതിൽ വരുന്ന വീഴ്ചകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമാറാവട്ടെ. നമ്മുടെ എല്ലാ നന്മകളിലും അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. തെറ്റിലേക്ക് പോകാനൊരുങ്ങുമ്പോൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടും പരലോകത്തെ ഓർത്തുകൊണ്ടും അതിൽ നിന്ന് പിൻവാങ്ങാൻ, നന്മകൾ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ സ്വർഗത്തെ ആഗ്രഹിച്ചുകൊണ്ട് പ്രതിഫലത്തെ കാംക്ഷിച്ചുകൊണ്ട് അതിലേക്ക് മുന്നിട്ട് ചെല്ലുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കെല്ലാം അറിയുന്നത് പോലെ ഒരു കലുഷിതമായ സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ നാടും ലോകവും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥന അതെല്ലാം അവസാനിക്കണം, സമാധാനം പുലരണം എന്നുള്ളതാണ്. സമാധാനം പുലരണം, സ്വസ്ഥമായി ജീവിക്കാൻ പറ്റണം എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിപത്ത്, ഒരു മുസീബത്ത് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് നീക്കേണ്ടവൻ റബ്ബാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും വേഗം നീക്കി തരുമാറാവട്ടെ. മുസ്ലിമീങ്ങളുടെ അവസ്ഥയെ അല്ലാഹു നന്നാക്കി തരുമാറാവട്ടെ. രാജ്യത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർഭയത്വവും സമാധാനവും പ്രദാനം ചെയ്യുമാറാവട്ടെ. യുദ്ധക്കെടുതിയിൽ എരിയുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം പൂർണ്ണമായ മോചനം പ്രദാനം ചെയ്യട്ടെ. ഷഹീദായിട്ടുള്ള അല്ലാഹുവിന്റെ മാർഗത്തിൽ മരണപ്പെട്ടിട്ടുള്ള ആളുകളുണ്ട്. അല്ലാഹു അവരുടെ എല്ലാം മരണത്തെ രക്തസാക്ഷിത്വമായി സ്വീകരിക്കുമാറാവട്ടെ. മുറിവേറ്റവരുണ്ട്, അവർക്കെല്ലാം അല്ലാഹു ഷിഫ നൽകുമാറാവട്ടെ. സ്വേച്ഛാധിപതികളും ക്രൂരന്മാരുമായ ഭരണാധികാരികളുണ്ട്, അവരുടെ മേൽ അധികാരം പ്രയോഗിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അവരെ നിലയ്ക്ക് നിർത്തേണ്ടത് റബ്ബ് സുബ്ഹാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നടപടി എത്രയും വേഗം എടുക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ തവഫനാ മുസ്ലിമീന വ അൽഹിഖ്നാ ബിസ്സാലിഹീൻ. റബ്ബനാ ലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.